എന്നുള്ളൊരു കൺഫ്യൂഷൻ. അവൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കും. നമ്മളെ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ നമുക്കിതിൽ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നം തോന്നത്തില്ല. പക്ഷെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് നമുക്കിട്ട് ഒരു പണി പണിയുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് വന്നപ്പോൾ ആ മൊമെന്റിൽ അത് വഴക്കുണ്ടാക്കാനോ വേളുണ്ടാക്കാനോ ഒന്നും തീരുമാനിച്ചില്ല. പക്ഷേ ഷീച്ചേട്ടൻ അതൊരു മാനസിക വിഷമമായി. ഷീച്ചേട്ടൻ വെളിയിൽ പോയി കരഞ്ഞു. ഞാൻ പോയി പുള്ളിയോട് സംസാരിച്ചു. ചിലപ്പോൾ അത് പുറത്തൊക്കെ ചർച്ചയായി കാണും. ചിലപ്പോൾ ഞങ്ങളുടെ അടിയൊക്കെ ആയിരിക്കും. ചിലപ്പം പുറത്ത് ഒരു വലിയ വിഷയമായി മാറിയിരുന്നു. ഇപ്പം കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ടിരുന്നുണ്ട്. അപ്പം വിഷ്ണു പിന്നീട് വന്നിട്ട് എൻ്റെ അടുത്ത് സോറിയും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പറഞ്ഞത് കാര്യം അവൻ അങ്ങനെ, അതായത് ഞാൻ അവനെ അങ്ങനെ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ അവൻ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പം അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഓക്കേടാ, എന്നൊക്കെ അതിനങ്ങനെ ഞാൻ സംശയിച്ചില്ല. അവൻ പറഞ്ഞാൽ ഞാനത് ചിന്തിച്ചില്ല. ഞങ്ങൾ ഓക്കെ ശരി, വിഷ്ണു ഷീച്ചേട്ടനെ പോലെ നിനക്ക് ആ ഗെയിം മനസ്സിലായില്ലെന്ന് ഞാൻ വിശ്വസിക്കാം. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്ന ഒരു പരിപാടി ചെയ്താൽ 100% പിന്നീട് സഹകരിക്കില്ല. എനിക്കൊരു വിരോധവും പരാതിയൊന്നുമില്ല. നീ നിന്റെ രീതിയിൽ കളിച്ചോ, നിന്റെ കളി ഞാൻ കാണാം, നിന്നെ ഞാൻ കൈയടിക്കാം. നീ എന്നെ തോപ്പിച്ചാൽ ഞാൻ നിനക്ക് വന്ന് ഏറ്റവും കെട്ടിപ്പിടിച്ച് ആദ്യം ഒരു ഉമ്മ തരുന്ന ഞാനായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളൊരു ഗെയിമിൽ നമ്മളെ കടത്തി വെട്ടി കളിക്കുമ്പോൾ അത് ഫിസിക്കൽ ടാസ്ക് ആയാലും മെന്റൽ ഗെയിം ആയാലും നമ്മൾ ചിന്തിക്കുന്നത് മുകളിലേക്ക് ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ഒരുത്തൻ നമ്മളെ തോപ്പിക്കുന്നത്. അപ്പം റെസ്പെക്റ്റാണ് തോന്നുന്നത്. അതുകൊണ്ട് വിരോധമോ ദേഷ്യമൊന്നുമല്ല എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ പറയുന്നു അവൻ കൊള്ളാം, വലിയ നമുക്കതാണ് ഇഷ്ടം. അങ്ങനെ ഒരാളോട് തോക്കുമ്പോഴാണ് ഇഷ്ടം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത് സീരിയസ് ടോപ്പിക്കാണ്. നീ സീരിയസ് ആയിട്ട് പറയണം. അത് ബിക്കോസ് ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കുത്തിക്കയറ്റിയാൽ സീരിയസ് അല്ലാതാവും. ഇവൻച്വലി ദാറ്റ് വിൽ ബി എ കോമഡി. ആൾക്കാർക്ക് വില ഉണ്ടാവില്ല. അതാണ് വിഷയം. ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റർ ഭയങ്കര എന്തോ കാട് കയറി അവസാനം ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ 2 പ്രാവശ്യം ജൂനിയേഴ്സിനോട് സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കാര്യം പറയുന്നത് മുഴുവനായിട്ട് അങ്ങോട്ട് കേട്ടിട്ട് അത് അങ്ങനല്ല ഇതിങ്ങനെയാണെന്ന് പറയണ്ടേ. ഇത് ഒരു സാധനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നൊന്നും അങ്ങോട്ട് കേൾക്കൂല. റേഡിയോ ആണ്. നമ്മൾ കുറെ പറഞ്ഞു കഴിയുമ്പോഴും കുറെ നേരം ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും ഇത് കേൾക്കണ്ടാവും വിചാരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏത് സ്റ്റേഷനിലാണെന്ന് വെച്ചാൽ അത് തന്നെ പിന്നെയും തിരിച്ചു 2 പ്രാവശ്യം ബുദ്ധിയുള്ള പിന്നെ സംസാരിക്കും. റിയാസിനെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാകാം. മേ ബി റിയാസ് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു തോട്ടിൽ ഞാൻ പറയാൻ ഒരു പക്ഷേ, കാരണം നിങ്ങളും കുറച്ച് ഫയർ പരിപാടിയൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണ്. റിയാസ് കുറച്ചുകൂടെ ഓപ്പോസിറ്റ് തോട്ട് പ്രോസസ്സിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അവൻ്റെ ആശയങ്ങൾ, പരിപാടികൾ, ചിന്തകൾ ഒക്കെ വേറൊരു ലെവൽ ഓഫ് പരിപാടിയാണ്. അപ്പോൾ അതിന് വിരുദ്ധമായ രീതിയിൽ ഇതിനകത്ത് പെരുമാറുന്നു എന്ന് തോന്നുന്ന ഒരാൾ ഞാനായിരിക്കും റിയാസിനെ സംബന്ധിച്ച്. അപ്പോൾ റിയാസിന് ഒരിക്കലും ഇതിനകത്ത് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിട്ട് കൂടി, അതായത് മാനസികമായിട്ട് അവനൊരു അകൽച്ച ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരാൾ എന്നോട് തോന്നിരുന്ന് സംസാരിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടു